നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഫാമിലി കുടുംബയോഗം. നമ്മളെല്ലാവരും തീർത്ഥാടകരാണ്. നമ്മൾ ഇന്ന് വിനോദയാത്രയായി തീർത്ഥാടകരായി ഇവിടെ ഹൗസ് ബോട്ടിലെത്തി സെന്റ് തോമസ് ചർച്ച് പട്ടാത്തുരുത്തിയിൽ പ്രവേശിച്ച് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹവും വൈദികനിൽ നിന്ന് ആശീർവാദവും സ്വീകരിച്ച് നസ്രാണി ക്രിസ്ത്യാനികളായ നാം എല്ലാവരും ആ പാരമ്പര്യം നമ്മൾ ചങ്കൂറ്റത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുന്ന നമ്മൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ കുടുംബയോഗത്തിനായി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ് അല്ലേ? ഓക്കെ. AD 52 തോമസ് ശ്ലീഹ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ധീരനായ തോമസ് ശ്ലീഹ ഭാരതത്തിൽ കൊടുങ്ങല്ലൂര് മിസീരിയൂസ് എന്ന തുറമുഖത്ത് കപ്പലെടുത്ത് കേരളത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം നമ്മുടെ ഈ നാടിന് ലഭിച്ചു. അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത്. നാട്ടുരാജാക്കന്മാരും ബ്രാഹ്മണന്മാരും ദമ്പതിമാരും എല്ലാം ആ ദൈവികത്വം അദ്ദേഹത്തിൽ മനസ്സിലായി ക്രിസ്ത്യാനികളായി മാറി. 7 പള്ളി സ്ഥാപിച്ച് മണിയായിട്ടൂരിൽ നിന്നും നിരണം നിലയ്ക്കൽ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന വഴി പാലായിക്കടുത്തുള്ള പന്തത്തടയിൽ കൂടെ അദ്ദേഹം കടന്നു പോകുന്ന സമയത്ത് ഒരു മലമുകളിൽ താമസിക്കുന്ന ഒരു ഇട്ടി നമ്പൂതിരി ആ മലമുകളിൽ മുകളിലുള്ള ഒരു പുളിമരത്തിൽ കയറി തോമസ് ശ്ലീഹയെ കണ്ടു എന്ന് എഴുതപ്പെടാത്ത ഒരു ചരിത്രം, ഒരു പുരാണമായി നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തില് അബ്രാഹത്തിന്റെ കാലം മുതലേ ചരിത്രമുള്ളൂ. അബ്രാഹം വരെയുള്ളതൊക്കെ ഒരു കഥയിലൂടെ ഒരു നറേഷനാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ ആരംഭം ഇട്ടി നമ്പൂതിരി പുളിമരത്തിൽ കയറി തോമസ് ശ്ലീഹയെ കണ്ടു. അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും എല്ലാം അദ്ദേഹത്തെ പുളിയങ്കുന്നേൽ ഇട്ടി നമ്പൂതിരി എന്ന് വിളിച്ചു. അതിൽ നിന്ന് ഏകദേശം ഒരു 110 തലമുറ കഴിഞ്ഞാണ് നമ്മളിപ്പോൾ നിൽക്കുക. നമുക്കറിയാം, നമുക്ക് 12 തലമുറയുടെ ചരിത്രമാണ് പറയാനുള്ളത്. അങ്ങനെ ആ ഒരു അടിത്തറയിൽ പാകിയ ഒരു നസ്രാണി ക്രിസ്ത്യാനി പാരമ്പര്യമുള്ള പുളിയങ്കുന്നൽ ഫാമിലിയുടെ കപ്പാട് കുഞ്ഞമ്പുഴ കുടുംബത്തിലെ ഒരു ശാഖയായ നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. നമുക്ക് തീർച്ചയായും അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. നമുക്ക് തീർച്ചയായും നമ്മുടെ ഈ വാങ്ങിക്കല പരിപാടികൾ എല്ലാം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ക്രമം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനായിട്ട് ഞാൻ വിദ്യാഭ്യാസം